ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. അതായത് +1കാർക്കും +2കാർക്കും ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. 4 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഏത് എക്സാമിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ +2കാർക്കുള്ള ഒരു എക്സാമ്പിളാണ്. അമിഗോ ബ്രദേഴ്സിന് ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ. സോ ആ ഒരു എന്താ പറയുക സിനാറിയോ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. പക്ഷേ +1കാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഫോർമാറ്റ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാണ്ട് വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. പെൻസിലും സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു ഔട്ട്ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടാവണം. ഒരു ബോക്സിനകത്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് കാണുന്ന പോലെ തന്നെ നല്ല രീതിയിലൊരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. പിന്നെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടൈറ്റിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അമിഗോ ബ്രദേഴ്സിന് ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കോൺടെസ്റ്റ് ബിറ്റ്വീൻ ദ അമിഗോ ബ്രദേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വേണം നിങ്ങളുടെ ക്രിയേറ്റീവ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ബ്ലോക്ക് ലെറ്റേഴ്സിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ മീൻസ് പെട്ടെന്ന് അത് കാണണം. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ മാർക്ക് ഇടാൻ ടീച്ചേഴ്സിന് തോന്നണം. ആ രീതിയിൽ വേണം നിങ്ങളവിടെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ നമ്മുടെ ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ടൊന്ന് കൊടുത്താൽ മതി. പെട്ടെന്ന് അവരെ അട്രാക്ട് ചെയ്യണം. ഷോർട്ടായിട്ടുള്ള ടൈറ്റിലാവണം കൊടുക്കേണ്ടത്. കൃത്യമായിട്ട് അത് കൊടുത്തിരിക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. പിന്നെ വരുന്നൊരു കാര്യമാണ് സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ബൈലൈൻ എന്ന് നമ്മൾ പറയാം. വേറെ ഒന്നുമില്ല, ഇത് ഈ ഒരു റിപ്പോർട്ട് ആരാണ് എഴുതിയത് ആ വ്യക്തിയുടെ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമ്മൾ പേരൊന്നും എഴുതി ഇതാക്കണ്ട. നമ്മൾ ജസ്റ്റ് കോമൺ ആയിട്ട് സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ ചില ടീച്ചേഴ്സ് ഇത് എഴുതണ്ട എന്നും പറയാറുണ്ട്. സോ അത് വലിയ നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. സോ സ്റ്റാഫ് റിപ്പോർട്ടറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ വരുന്നത് പ്ലേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേസ് നിങ്ങൾക്ക് എന്താണ് മസ്റ്റായിട്ടും കൊടുത്തേ പറ്റൂ. ഇപ്പോൾ മൻഹാട്ടൻ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്ലേസ്. ഏത് പ്ലേസ് ആണോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് പ്ലേസ് കൊടുക്കാം. അതുപോലെ ഡേറ്റും കൂടി കൊടുക്കാം. ഓക്കെ, പ്ലേസും ഡേറ്റും. പ്ലേസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു സെമി കോളം കൂടി കൊടുത്തിട്ട് കണ്ടൻറ്റ് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം ആദ്യം ഒരു ഔട്ട്ലൈൻ ഉണ്ടാവണം. പിന്നെ എന്താ ഹെഡിങ് നമ്മൾ നന്നായിട്ട് അട്രാക്റ്റീവായിട്ട് വളരെ ഷോർട്ടായിട്ട് കൊടുക്കുന്നു. സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കോമൺ ആയിട്ടൊരു പേര് കൊടുക്കുന്നില്ല, സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് മാത്രം കൊടുത്തു. പിന്നെ പ്ലേസ് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, സെമി കോളം കൊടുത്തു. ഇത്രയാണ് ബേസിക് ഫോർമാറ്റ്. ബാക്കി കണ്ടൻറ്റ് എഴുതുക. കണ്ടൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് മാർക്കിനായാലും ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ എഴുതുമ്പോൾ അതിനകത്ത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൂ, വെൻ, വാട്ട്, വെയർ, വൈ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മീൻസ് എന്തെങ്കിലും ഒരു സംഭവത്തെ പറ്റിയിട്ടായിരിക്കുമല്ലോ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ തരിക. അത് ആരാണ്, അതിനകത്തുള്ള ആൾക്കാർ, എപ്പോഴാണ് നടന്നത്, അതെവിടെ വെച്ചാണ് നടന്നത്, എന്താണ് പ്രശ്നം, എന്തുകൊണ്ട് നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ കൃത്യമായിട്ട് പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഇതാക്കേണ്ട. നമ്മൾ കാര്യങ്ങളെല്ലാം മീൻസ് ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടാവണം. മീൻസ് എന്താണ് കാര്യം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ അമിഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആരൊക്കെ തമ്മിലായിരുന്നു ഫൈറ്റ്, അല്ലേ, അത് എവിടെ വെച്ചാൽ നടന്നത്, എപ്പോൾ നടന്നു, ദെൻ അതിലുള്ള ഇൻസിഡൻറ്റ്സ് എന്താണ് സംഭവിച്ചത്, ഓക്കെ എന്നുള്ള കാര്യങ്ങൾ അവിടെ പറയണം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വേറെ ഒന്നും ഡൗട്ട് അടിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് എൻഡിങ്ങിലൊന്നും വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല. നമ്മൾ ഏത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ലൈൻ ക്ലോസ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ 4 മാർക്കിനാണ് ഇത് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ പാരഗ്രാഫിൽ എഴുതിയാൽ മതിയാകും. 4 മാർക്കിനല്ലേ. പക്ഷേ ഈ ഫോർമാറ്റ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർമാറ്റിന് സ്പെഷ്യലി മാർക്കുള്ളതാണ് കേട്ടോ. സോ കണ്ടൻറ്റ് എഴുതുമ്പോൾ ഒറ്റ പാരഗ്രാഫിൽ എഴുതിയാൽ മതിയാകും. പക്ഷേ 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു 2-3 പാരഗ്രാഫ്, ഓക്കെ മാക്സിമം പോയൊരു 4 പാരഗ്രാഫ് ഷോർട്ടായിട്ടൊരു ഒറ്റ പേജിലോ ഒക്കെ നിർത്തിയാൽ മതി 6 മാർക്കിനൊക്കെ ആകുമ്പോൾ. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പാരഗ്രാഫ് തിരിച്ച് തന്നെ 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതണം, അത് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചിലപ്പോൾ ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. സ്റ്റാഫ് റിപ്പോർട്ടറൊക്കെ എഴുതണ്ട എന്ന് പറയാം. അപ്പോൾ അത് അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു ഫോർമാറ്റ് ആക്ച്വലി ഞാൻ എന്താ പറയുക +2 ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ എഴുതിയിട്ടുള്ള ഫോർമാറ്റാണ്. സോ ഇത് ഫോളോ ചെയ്യുന്നുള്ളവർക്ക് ഇത് ഫോളോ ചെയ്യാം. ഇതിൽ വേറെ തെറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതും കറക്റ്റായിട്ടുള്ളൊരു ഫോർമാറ്റ് തന്നെയാണ്. ഹെഡിങ്, പിന്നെ എന്താ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നൊരു ബൈലൈൻ നമ്മൾ കൊടുത്തു, പ്ലേസും ഡേറ്റും സെമി കോളനും, പിന്നെ കണ്ടൻറ്റ് എഴുതി പോകുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.